ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിൽ മത്സരിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, 1,93,000 ആയിരുന്നു പൊന്നാനിയിലെ ഭൂരിപക്ഷം. അത്തരം ഒരു അനുകൂല ഘടകം കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ തന്നെയുള്ള ഒരു അനുകൂല ഘടകം ലീഗിനും UDF-നും അനുകൂലമായിട്ട് ഇത്തവണ പൊന്നാനിയിലുണ്ടോ? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അത് ഒരുപക്ഷെ എല്ലാ ദിവസവും എന്ന പോലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരുന്നൊരവസ്ഥയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രചരണത്തിന് ശേഷം രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പിണറായി വിജയനെ പേരെടുത്ത് പറയാതെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, മറ്റ് 2 മുഖ്യമന്ത്രിമാർ ജയിലിലുണ്ടാകുമ്പോഴും BJP എന്തുകൊണ്ടാണ് പിണറായി വിജയനുമായിട്ട് ഒരു സന്ധി ചെയ്തതുപോലെ പെരുമാറുന്നത് എന്നൊക്കെയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ അത് UDF-ന് വളരെ ഊർജം പ്രദാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ സർവേ ഫലങ്ങൾ എല്ലാം UDF-ന് അനുകൂലമായിട്ടാണ് പ്രവചിച്ചിട്ടുള്ളത്. ഈ സർവേ തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ ഒരു രണ്ടാമത്തെ കാര്യമാണ്. കാരണം പല സർവേകളും നമുക്കറിയാം, മുമ്പ് അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. സർവേ ഫലങ്ങളൊക്കെ തന്നെയും മിക്കവാറും തെറ്റായിരുന്നു. പക്ഷേ ഈ സർവേ ഫലങ്ങൾ UDF-ന് ഒരു പോസിറ്റീവ് എനർജി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു എഡ്ജ് UDF-ന് ഉണ്ട് എന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ എഡ്ജ് തീർച്ചയായിട്ടും പൊന്നാനിയിൽ ഉണ്ടാവണം. ഇല്ലാതിരിക്കണമെങ്കിൽ ആ എഡ്ജ് UDF-ന് ഉണ്ടായിരുന്ന ആ മേൽക്കൈ പൊന്നാനിയിൽ ഇല്ലാതിരിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ഘടകം അവിടെ പ്രകടമായിരിക്കണം. അങ്ങനെ ഒരു ഘടകം പൊന്നാനിയിലുണ്ടോ? അതായത് സമസ്തയും ലീഗും തമ്മിൽ നിലനിൽക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് UDF-ന് ഇപ്പോഴുള്ള ചെറിയൊരു മേൽക്കൈ ഇല്ലാതാക്കാൻ സാധ്യത അതിനുണ്ടെങ്കിൽ അത് പൊന്നാനിയെ ബാധിക്കും. മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ നിലനിൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം തീർച്ചയായും പൊന്നാനിയിലെ UDF കാൻഡിഡേറ്റിനുണ്ടാവും. അതിനെ മറികടക്കാനുള്ള ഒരു സംവിധാനം, അതിനെ മറികടക്കുന്ന മറ്റൊരു ഘടകമായിട്ട് ലീഗിനെയും സമസ്തയുടെയും പ്രതിസന്ധി മാറിയിട്ടുണ്ടെങ്കിലാണ് ഒരുപക്ഷെ നമ്മുടെ പൊന്നാനിയിലെ ചിത്രം വേറൊന്നാകാനുള്ള സാധ്യതയുണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പുറമേക്ക് കാണുന്നതിനേക്കാൾ തീവ്രമായിട്ടുള്ളൊരു മത്സരം അത് പൊന്നാനിയിലുണ്ടോ? ലീഗിനെ ഒന്ന് വിറപ്പിക്കുന്നൊരു മത്സരം അത് പൊന്നാനിയിലുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ സൂചനകൾ നമ്മൾ കണ്ടിട്ടില്ല. SKSF-ൻ്റെ ഒരു വിഭാഗം ഫോണിലൂടെ ബന്ധപ്പെട്ട ലീഗ് വോട്ടർമാരെ ബന്ധപ്പെടുകയും ഇത്തവണ ലീഗിന് വോട്ട് ചെയ്യരുത് എന്ന് അവർ ആവശ്യപ്പെടുകയും അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടാവുകയും SKSF നേതാക്കൾ ഞങ്ങളുടെ നിലപാടല്ല, ഞങ്ങളുടെ ഔദ്യോഗിക നിലപാടതല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള സമസ്തയുടെ നേതാക്കന്മാർ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടില്ല എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് നമ്മൾ കാണാം, SYS-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജമീത്തുൽ കുത്തുബയുടെ സെക്രട്ടറിയുമായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി ലീഗിന് വേണ്ടി കുടുംബയോഗങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത്തരത്തിലുള്ളൊരു മത്സരം അവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊന്നാനിയെ മാറ്റുന്നത് മറ്റു മണ്ഡലങ്ങളിൽ നടക്കുന്ന മത്സരമല്ല പൊന്നാനിയിൽ, അത് ലീഗിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന മത്സരമാണ്. മറ്റ് മണ്ഡലങ്ങളിൽ ഉള്ളതുപോലുള്ള ഒരു ഡൈനാമിക്സ് അല്ല ഒരുപക്ഷെ പൊന്നാനിയിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് പൊന്നാനിയെ ശ്രദ്ധേയമാക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ മുസ്ലിം ലീഗ് ജയിച്ചു പോകുന്ന മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനി ചർച്ച ചെയ്യേണ്ട കാര്യമായ ഒരു സാഹചര്യവും പൊളിറ്റിക്കലായിട്ട് ഇപ്പം നിലനില്ലല്ലോ. പക്ഷേ പൊന്നാനിയെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് ഈ വിഷയങ്ങൾ തന്നെയാണ്. ലീഗിൻ്റെ ഉള്ളിലും സമസ്തയ്ക്കുള്ളിലുമുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് പൊന്നാനിയെ ശ്രദ്ധേയമാക്കുന്നത്. റൈറ്റ്, അതാണ് പൊന്നാനിയുടെ ചിത്രം. ഇക്കുറി വേർക്കാതെ ജയിക്കാനാകില്ല മുസ്ലിം ലീഗിന്. അട്ടിമറി ഉണ്ടായാൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന തിരിച്ചറിവ് മുസ്ലിം ലീഗിനും അതിൻ്റെ നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ അവർക്ക് ഇക്കുറി ശ്രദ്ധ ഏറെയാണ്. പൊന്നാനി പിടിച്ചാൽ മുസ്ലിം സമൂഹത്തിലെ സ്വാധീനം കൂടുതൽ വിപുലമാക്കാമെന്ന് തിരിച്ചറിയുന്നുണ്ട് CPM. പല കാരണങ്ങളാൽ പ്രധാനമാകും പൊന്നാനിയുടെ ഫലം.